പഠിച്ചവൻ ഏകലവ്യൻ ആചാര്യൻ ദ്രോണർത്തൻ ആയോധന കളരി മറഞ്ഞു കണ്ടു പഠിച്ചവൻ ഏകലവ്യൻ താനം തനം തക തകണകജം തക തകദിന തക്കുടു ധിക്കുടു തക്കത്തത്തി കൃതകൃതം തക്കത്തത്തി കൃതകൃതം താനം തനം തക തകണകജം തക തകദിന തക്കുടു ധിക്കു ദിംഗണ്ണത്തം 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 താനം തനം തക തകണകജം തക തകദിന തക്കുടു ധിക്കു തദ്ദിൻ കൃതകൃതം തദ്ദിൻ കൃതകൃതം തദ്ദിൻ കൃതകൃതം താനം തനം തക തകണകജം തക തകദിന തക്കുടു തിൻ തരികിടതും തിൻ തരികിടതും തിൻ തരികിടതും ഗുരുദക്ഷിണയായി ഛേദിച്ചു പെരുവിരൽ ഗുരുദക്ഷിണയായി ഛേദിച്ചു പെരുവിരൽ ഗുരുവിനെ മാനിക്കും ഏകലവ്യൻ അവൻ ഗുരുവിനെ മാനിക്കും ഏകലവ്യൻ ശ്രേഷ്ഠ ഭാരതം. ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ അഥ ദ്വിതീയോऽധ്യായഃ സാംഖ്യയോഗഃ ശ്രീഭഗവാനുവാച വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. എപ്രകാരമാണോ മനുഷ്യൻ കീറിമുഷിഞ്ഞ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയവ ധരിക്കുന്നത്, അപ്രകാരം ആത്മാവും ഉപയോഗശൂന്യമായ ദേഹം വെടിഞ്ഞ് പുതിയ ദേഹം കൈക്കൊള്ളുന്നു. യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രമങ്ങൾ വിഫലമായപ്പോൾ പാണ്ഡവ കൗരവ സൈന്യങ്ങൾ അണിനിരന്നു. തൻ്റെ സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും ആചാര്യന്മാരെയും കൊല്ലുന്നതോർത്ത് അർജുനൻ തളർന്നു. ഈ അവസരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആത്മാവിൻ്റെയും ജീവിതത്തിൻ്റെയും രഹസ്യം അർജുനനോട് ഭഗവത്ഗീതയിലൂടെ ഉപദേശിച്ചു. ആത്മാവിൻ്റെ അനശ്വരതയെക്കുറിച്ച് പറയുന്ന ഭഗവത്ഗീതയിലെ സാംഖ്യയോഗം എന്ന 2-ാം അധ്യായത്തിലെ 22-ാം ശ്ലോകമാണിത്. ദേഹം മറയ്ക്കാനാണ് നാം വസ്ത്രം ഉപയോഗിക്കുന്നത്. അത് കീറിമുഷിയുന്ന സമയത്ത് ആ വസ്ത്രം കൊണ്ട് പ്രയോജനമില്ലാതെ ആകുന്നു. അപ്പോൾ പുതിയവ വാങ്ങി ധരിക്കുവാൻ നമുക്ക് സന്തോഷമാണുണ്ടാകുന്നത്. അപ്രകാരമായിരിക്കണം നാം ശരീരനാശത്തെയും കാണാൻ. നമ്മുടെ ശരീരം ആത്മാവിൻ്റെ വസ്ത്രം പോലെയാണ്. അതിനാൽ എല്ലാ ശരീരവും നശിച്ചേ പറ്റൂ. പ്രകൃതി നിയമം ഇങ്ങനെ ആയിരിക്കെ ഭീഷ്മർ, കൃപർ, ദ്രോണർ എന്നിവരെയും മറ്റു ബന്ധുമിത്രാദികളെയും കൊല്ലുന്നതിൽ വേവലാതിയുടെ ആവശ്യമില്ല. ഇന്ന് നീ യുദ്ധം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ സ്വധർമാനുഷ്ഠാനം ചെയ്യാത്തവനായി ആൾക്കാർ നിന്നെ ചിത്രീകരിക്കും. വില്ലാളി വീരനായ നിന്നെ അവർ ഭീരു എന്ന് വിളിക്കും. സ്വധർമാനുഷ്ഠാനം ചെയ്യാത്തവൻ്റെ ഗതി അധോഗതിയായിരിക്കും. അതിനാൽ യുദ്ധം ചെയ്യുക അർജുന എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു. 2-ാമത്തെ അധ്യായത്തിലെ 33-ാമത്തെ ശ്ലോകം. ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. യഥിയോധ്യായഃ അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തദസ്വധർമ്മം കീർത്തിം ച
ഹിത്വാ പാപമവാപ്സ്യസി. ശ്രീകൃഷ്ണൻ പറയുന്നു അർജുനനോട്, നിന്റെ ധർമ്മം യുദ്ധം ചെയ്യുന്നത് തന്നെയാണ്. നീ യുദ്ധം ചെയ്തില്ലെങ്കിൽ നിനക്ക് പാപം അനുഭവിക്കേണ്ടി വരും. നീ യുദ്ധം ചെയ്ത് ജയിച്ചാൽ നിനക്ക് സ്വർഗപ്രാപ്തി ഉണ്ടാവും. യുദ്ധത്തിൽ തോറ്റാൽ സ്വർഗപ്രാപ്തി ഉണ്ടാവും. യുദ്ധം ജയിച്ചാൽ നിനക്ക് രാജ്യം ഭരിക്കാനാകും. അഭിരാം പറഞ്ഞതുപോലെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിനക്ക് രാജ്യം ലഭിക്കും. യുദ്ധം ചെയ്തില്ല എങ്കിൽ നിനക്ക് സ്വർഗം പ്രാപിക്കാം. എന്നാലും യുദ്ധം ചെയ്യുന്നത് കൊണ്ട് നിനക്ക് നിന്റെ കർമ്മഫലം ലഭിക്കുകയാണ്. അതിനാൽ നീ അത് ചെയ്യണം എന്നത് ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിക്കുകയാണ്. കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറുഞാണൊലി ചെയ്തു രാമൻ, എല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം.
ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥ ബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യമന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. ആശയം വിശദീകരിച്ചോളൂ. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ ബാലകാണ്ഡത്തിലെ കൗസല്യസ്തുതി എന്ന ഭാഗമാണ് ഇത്. തൻ്റെ വയറ്റിൽ വളർന്നത് വിഷ്ണുവിൻ്റെ അംശമാണെന്ന് കൗസല്യ അറിയുന്നു. അമ്മ പറയുകയാണ്, ഭഗവാനെ, അങ്ങ് സത്യസ്വരൂപനും ജ്ഞാനസ്വരൂപനുമാണ്, സകലത്തിൽ നാഥനാണ്, സർവചരാചരങ്ങൾക്കും ജീവനായിട്ടുള്ളവനാണ്, സനകാദി ഋഷിവര്യന്മാരാൽ സേവിക്കപ്പെടുന്നവനാണ്, പരമാർത്ഥ ജ്ഞാനമാകുന്ന രൂപത്തോടു കൂടിയവനാണ്, നിശ്ചയമായും അങ്ങ് എവിടെയും ഉള്ള അവസ്ഥയോടു കൂടിയവനാണ്. അങ്ങയുടെ ജഠരത്തിൽ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ എല്ലായ്പ്പോഴും സ്ഥിതി ചെയ്യുന്നു. കുലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുൾ ചെയ്തിടേണം ദയാനിധേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമാലക്ഷ്യം കാട്ടിത്തന്നീട വേണം. ആശയം വിശദീകരിച്ചോളൂ. ശ്രീരാമൻ സീതാദേവിയെയും സഹോദരന്മാർ മാണ്ഡവി, ശ്രുതകീർത്തി, ഊർമിള എന്നിവരുമായി വിവാഹം നടന്ന ശേഷം അയോധ്യയിലേക്ക് മടങ്ങും വഴി 18 വട്ടം ക്ഷത്രിയ നിഗ്രഹം നടത്തിയ പരശുരാമൻ ഇവരെ തടയുന്നു. ആവശ്യമില്ലാത്ത വാക്കുതർക്കവും വെല്ലുവിളികളുമായി യുദ്ധസമാനമായ ഒരു രംഗം സൃഷ്ടിക്കുന്നു. കേവലം കൗമാരം കഴിഞ്ഞ് യൗവനാരംഭത്തിലുള്ള രാമൻ വളരെ എളിമയോടും കേണപേക്ഷിച്ചിട്ടും ധിക്കാരിയും കോപിഷ്ഠനുമായ പരശുരാമൻ തന്നോട് യുദ്ധം ചെയ്യാതെ അവരെ പോകുവാൻ അനുവദിച്ചില്ല. തൻ്റെ പക്കലുള്ള വൈഷ്ണവചാപം അവർക്കു നൽകിക്കൊണ്ട് കുലയ്ക്കുവാൻ ആവശ്യപ്പെടുന്നു. ശ്രീരാമൻ ഒരമ്പെടുത്ത് കുലച്ച വില്ലിൽ തൊടുത്ത് അനായാസം വലിച്ചു നിറച്ച് ലക്ഷ്യം കാണിച്ചു തരുവാനായി ആവശ്യപ്പെടുന്നു. തൻ്റെ ബാണം നിഷ്ഫലമാവുകയില്ലെന്നും ലക്ഷ്യത്തെ തകർക്കുക തന്നെ ചെയ്യുമെന്നും പറയുമ്പോൾ പരശുരാമൻ തൻ്റെ അവതാരാംശമായ ശ്രീരാമനെ പ്രകീർത്തിച്ച് ഭജിക്കുന്നു. സഹോദരിയായ ദേവകിയെയും മധുരാപുരിയിലെ യാദവ രാജാവായ ശൂരസേനന്റെ പുത്രൻ വാസുദേവരുടെയും വിവാഹം കഴിഞ്ഞു. വിവാഹശേഷമുള്ള രഥയാത്ര കംസനാണ് നയിച്ചത്. അപ്പോൾ ഒരു അശരീരി അസ്വസ്ത്യാമഷ്ടമോ ഗർഭോ ഹന്ത. ഇതു കേട്ട കംസൻ ദേവകിയെ കൊല്ലാൻ തുനിഞ്ഞു. ദേവകി ജനിക്കുന്ന കുഞ്ഞിനെയെല്ലാം കംസന് നൽകാമെന്ന് സത്യം ചെയ്തു. തുടർന്ന് ദേവകി വാസുദേവരെ കാരാഗ്രഹത്തിലടച്ചു. ജനിച്ച 7 കുഞ്ഞുങ്ങളെയും നിലത്തടിച്ചു കൊന്നു. 8ാമനായി
ഞാൻ പിറന്നു. ഞാൻ ജനിച്ചപ്പോൾ കാരാഗ്രഹവാതിലുകൾ മലർക്കെ തുറന്നു. വിഷ്ണു ഭഗവാന്റെ ആജ്ഞപ്രകാരം അമ്പാടിയിൽ നന്ദഗോപരുടെയും യശോദയുടെയും പുത്രിയായി ജനിച്ച ശിശുവിനെയും എന്നെയും പരസ്പരം മാറ്റപ്പെട്ടു. ജനനവിവരമറിഞ്ഞ കംസൻ കാരാഗ്രഹത്തിലെത്തി. ശിശുവിനെ നിലത്തടിക്കാൻ തുനിഞ്ഞപ്പോൾ ആ ശിശു കയ്യിൽ നിന്ന് വഴുതി മാറി ആകാശത്തിലേക്ക് പോയി ഇപ്രകാരം പറഞ്ഞു: നിന്റെ അന്തകൻ ഭൂതലത്തിൽ ജനിച്ചു. നീ സർവത്ര തിരഞ്ഞുകൊള്ളുക. ഇത് കേട്ട കംസൻ എന്നെ വധിക്കുന്നതിനായി 4 പാടും അസുരന്മാരെ അയച്ചു. അവരെയെല്ലാം ഞാൻ യമപുരിയിലേക്ക് അയച്ചു. അതിൽപ്പെട്ടവരാണ് ശകടാസുരനും ഭൂതനെയും. കൂടാതെ കാട്ടുതീയായും വിഷസർപ്പമായും ക്രൂരനായ കഴുതയായും എന്നെ കൊല്ലുവാൻ കിണിയൊരുക്കി. അപ്പോഴൊക്കെ എന്റെ ബുദ്ധിശക്തിയാലും ഈശ്വരകൃപയാലും ഞാൻ രക്ഷപ്പെട്ടു. ഇന്ദ്രൻ പെയ്യിച്ച പെരുമഴയിൽ നിന്നും ഗോവർദ്ധനമലയെ കുടയായി ചൂടിച്ചുകൊണ്ട് അമ്പാടിയിലെ ജനങ്ങളെ രക്ഷിച്ചു. കഞ്ചുകന് മോക്ഷം നൽകി. ത്രിവക്രയുടെ കൂന് നിവർത്തി കംസന്റെ യാഗശാലയിൽ വെച്ചിരുന്ന വില്ലൊടിച്ചു. കുവലയ പീഠമെന്ന ഉഗ്രനായ മതയാനയെ വധിച്ചു. ശേഷം കംസനെയും വധിച്ചു. വളരെ കാലം പാണ്ഡവരുമായി ഒരുമിച്ച് കഴിഞ്ഞിരുന്നു. ധർമ്മരക്ഷയ്ക്ക് വേണ്ടി അനേകം വർഷം യാഗം ചെയ്തു. വിദർഭരാജപുത്രിയായ രുക്മിണിയെയും സത്രാജിത്തിന്റെ പുത്രിയായ സത്യഭാമയും വിവാഹം കഴിച്ചു. ശേഷം ശകുനിയുടെ കള്ളച്ചൂതിന് ശേഷം പണയത്തിലായ ദ്രൗപദി, അവളെ ദുശ്യാസനൻ കൗരവസഭയിലേക്ക് കൊണ്ടുവന്നു. ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ തുനിഞ്ഞപ്പോൾ എന്റെ മായയാൾ അവളുടെ മാനം രക്ഷിച്ചു. യുദ്ധത്തിനു മുമ്പ് ദൂതുപോയ എന്നെ പിടിച്ചുകെട്ടുവാൻ തുനിഞ്ഞപ്പോൾ ഞാൻ വിശ്വരൂപ ദർശനം നൽകി. ധർമ്മത്തിലൂന്നി ആയുധമെടുക്കാതെ യുദ്ധം ചെയ്യുമെന്നുള്ള പ്രതിജ്ഞ നിറവേറ്റി പ്രശംസയിലൂടെയും ആത്മവിശ്വാസ വർധനയിലൂടെയും പാണ്ഡവാദികളെ യുദ്ധത്തിൽ സഹായിച്ചു. യുദ്ധത്തിന് ശേഷിയില്ലാതെ തളർന്നുപോയ അർജുനനെ ഗീതോപദേശം നൽകി, വിശ്വരൂപ ദർശനം നൽകി യുദ്ധത്തിന് സജ്ജമാക്കി. അഭിമന്യുവിനെ കൊന്ന ജയദ്രഥനെ നിഗ്രഹിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുണ്ടാക്കി. അർജുനനെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിച്ച് ദ്രോണരെയും ഭീഷ്മരെയും ദുര്യോധനെയും വധിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികളിട്ടതും നാം തന്നെയാണ്. അങ്ങനെ ദുഷ്ടരെ നിഗ്രഹിച്ചും രാജ്യാഭിവൃദ്ധിക്ക് പരിശ്രമിച്ചും ഭക്തരെ അനുഗ്രഹിച്ചും അനീതിക്കും അക്രമത്തിനുമെതിരെ പടപൊരുതിയും കലാകാരനായും യോദ്ധാവായും തന്ത്രശാലിയായും മഹാഭാരതത്തിൽ കൗരവ പാണ്ഡവ പ്രശ്നങ്ങൾ ഇടപെട്ട് ഞാൻ നിലകൊണ്ടു. അവസാനം കുലം മുഴുവൻ ഇരകപ്പുല്ലുകൾ കൊണ്ട് അടിച്ചു നശിക്കുകയും ദ്വാരക വെള്ളത്തിനടിയിൽ താഴ്ന്നു പോകുകയും എന്റെ അന്തഃപുരത്തിലെ സ്ത്രീകളെ അർജുനൻ രക്ഷിക്കുന്നതിനിടെ അവരെ കാട്ടാളന്മാർ വന്ന് കൊണ്ടുപോകുകയും എന്നതറിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു ഗാന്ധാരി ശാപം ഫലിക്കുന്നുവെന്ന്.
ഏതു പ്രതിസന്ധികളെയും ധൈര്യത്തോടെ പുഞ്ചിരിയോടെ നേരിടുന്നതാണ് മാനവിക ഉന്നമനത്തിന് ഉചിതം. ഓം അമൃതേശ്വരേ നമഃ. ആരാണ് യഥാർത്ഥ ഭക്തൻ? അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയേവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖസുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതമനോ ബുദ്ധിർ യോ മദ്ഭക്തസമേ പ്രിയഃ. ഒരു പ്രാണിയെയും വിദ്വേഷിക്കാതിരിക്കുക. എല്ലാവരോടും സ്നേഹവും ദയയും കാണിക്കുക. ഒന്നിലും തൻ്റേതെന്ന സ്വാർത്ഥബുദ്ധി ഇല്ലാതിരിക്കുക. അഹങ്കാരം ഉപേക്ഷിക്കുക. സുഖദുഃഖങ്ങളെ ഒരുപോലെ കണക്കാക്കുക. ക്ഷമയെ വളർത്തിക്കൊണ്ടുവരിക. സദാ സന്തുഷ്ടിയും സമചിത്തതയും പാലിക്കുക. ആത്മസംയമനം പാലിക്കുക. സ്ഥിരനിശ്ചയനായി ഭഗവാനിൽ മനസ്സും ബുദ്ധിയും ചെലുത്തി ഭഗവാനെ ഭജിക്കുന്നവൻ ആരാണോ അവൻ ഭഗവാൻ അത്യന്തം ഇഷ്ടപ്പെട്ടവനാകുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ വിഷാദത്തോടെ തളർന്നിരുന്നു. അതുവരെ കേവലം ഒരു തോഴനായി മാത്രമാണ് അർജുനൻ ഭഗവാനെ കണ്ടിരുന്നത്. എല്ലാം മറന്ന് ശരണാഗതിയോടെ യഥാർത്ഥ ഭക്തനായപ്പോൾ ഭഗവാൻ വിശ്വരൂപ ദർശനം നൽകി അനുഗ്രഹിച്ചു. പാർത്ഥസാരഥിയായി യഥാർത്ഥ ഭക്തന് ഭഗവാൻ എന്നും എപ്പോഴും ദാസനായിരിക്കും. ഓം അമൃതേശ്വരി നമഃ. വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനുമയോധ്യയ്ക്കം മാറെഴുന്നള്ളിടിനാൻ. രാമനായവനിയിൽ മായയാ ജനിച്ചോരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശുവഴിഞ്ഞ ഭക്തിയോടെ. പ്രണാമം മഹർഷി. ഐശ്വര്യം ഭവിക്കട്ടെ മഹാരാജൻ, ഐശ്വര്യം ഭവിക്കട്ടെ. മഹർഷി, രാജസഭ കൂടുന്ന സമയമല്ലാതിരുന്നിട്ടും അങ്ങ് എന്തിനാണ് നമ്മെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? മഹാരാജൻ, രാജസഭയിൽ വെച്ച് രാജോചിതമായി സ്വീകരിക്കേണ്ട ഒരതിഥി ഇപ്പോൾ ഇങ്ങോട്ട് വരും. അദ്ദേഹത്തെ സ്വീകരിക്കാൻ സന്നദ്ധനായി നിന്നുകൊള്ളുക. രാജോചിതമായി സ്വീകരിക്കപ്പെടേണ്ട ഒരു അതിഥി? മഹർഷി, അത് രാജനോ ദേവനോ? രാജ്യത്വവും ദേവത്വവും ചേർന്ന രാജർഷിയാണ് സാക്ഷാൽ കൗശികൻ, വിശ്വാമിത്രൻ. മഹർഷി, ക്ഷിപ്രകോപിയായ വിശ്വാമിത്രൻ, എന്തെങ്കിലും അപ്രിയം? അയോധ്യാധിപൻ സൂര്യകുലതിലകം മഹാരാജൻ ദശരഥന് വന്ദനം. സ്വാഗതം മഹാത്മൻ, സ്വാഗതം. അങ്ങയുടെ പാദസ്പർശത്താൽ ഈ അയോധ്യ നഗരം ധന്യമായി. പറയൂ, നാം എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത്? ക്ഷത്രിയോചിതമായ ഒരു സഹായം, അത് യാചിച്ചു വന്നതാണ് നാം. യാചനയല്ല, കൽപ്പനയാണ്. കൽപ്പിച്ചാലും നോമും ഈ അയോധ്യയും നമ്മുടെ അജയ്യമായ സൈന്യവും അങ്ങയുടെ വിളിപ്പുറത്തുണ്ട്. കൽപ്പിച്ചാലും.
രാജാ ദശരഥനെയോ അങ്ങയുടെ സൈന്യത്തെയോ നാം ആശിക്കുന്നില്ല. നവതാരുണ്യം തേടുന്ന അങ്ങയുടെ പുത്രന്മാരെയാണ് നാം ആവശ്യപ്പെടുന്നത്. മഹർഷേ, നമ്മുടെ പുത്രന്മാർ ബാലകന്മാരാണ്. അവരെ കൊണ്ട് അങ്ങേക്ക് എന്താ ആവശ്യം? നമ്മുടെ യാഗരക്ഷ, പിതൃക്കളെയും ദേവന്മാരെയും ധ്യാനിച്ച് നാം ചെയ്യുന്ന യാഗത്തിന് ചില രാക്ഷസന്മാർ വിഘാതമുണ്ടാക്കുന്നു. യാഗകുണ്ടത്തിൽ മാംസവും മലവും വലിച്ചെറിയുന്നു. അവരെ അമർത്തി നമ്മുടെ യാഗം രക്ഷിക്കണം. അതിന് അങ്ങയുടെ പുത്രന്മാരെ, രാമലക്ഷ്മണന്മാരെ നമ്മോടൊപ്പം അയക്കുക. മഹർഷേ, ഞാൻ അങ്ങ് വിശ്രമിച്ചോളൂ. ആർഘ്യവാദ്യങ്ങൾ അരുത്, അർഘ്യവാദ്യങ്ങൾ നമുക്ക് ആവശ്യമില്ല മഹാരാജൻ. കുമാരന്മാരെയാണ് വേണ്ടത്. മനസ്സാണെങ്കിൽ പറയൂ, നാം വിശ്രമിക്കാം. അങ്ങ് വിശ്രമിച്ചാലും മഹർഷി, നാം എന്തു മറുപടിയാണ് പറയേണ്ടത്? ലോകം കണ്ടിട്ടില്ലാത്ത കുമാരന്മാരാണവർ. രാക്ഷസ നിഗ്രഹത്തിന് അവർ പ്രാപ്തരല്ല മഹർഷി. ഞാൻ അതെങ്ങനെ വിശ്വാമിത്ര മഹർഷി ബോധ്യപ്പെടുത്തും? ആശങ്ക വേണ്ട മഹാരാജൻ. രാമലക്ഷ്മണന്മാർ സാധാരണ മനുഷ്യരല്ല. രാക്ഷസ നിഗ്രഹം അവരുടെ ജന്മ ദൗത്യമാണ്. വേറെയും ദേവകാര്യങ്ങളുണ്ട് ഈ യാത്രയിൽ. മഹർഷിക്കൊപ്പം അവരെ അങ്ങക്ക് ധൈര്യമായി അയക്കാം. എങ്കിൽ ഞാൻ അവരെ അയക്കാം മഹർഷി. ആരവിടെ? രാമലക്ഷ്മണന്മാരെ ചാപബാണ തുണീരങ്ങൾ ധരിപ്പിച്ച് കൊണ്ടുവരൂ. മഹർഷി, അങ്ങയുടെ യാഗം രക്ഷിക്കാൻ നമ്മുടെ പുത്രന്മാർ പ്രാപ്തരാണെന്ന് അങ്ങേക്കുറപ്പുണ്ടെങ്കിൽ അത് സത്യമായി ഭവിക്കട്ടെ. രാമലക്ഷ്മണന്മാർ അങ്ങേക്കൊപ്പം വരും. ഇതാ രാജർഷി വിശ്വാമിത്രൻ, നമസ്കരിച്ചു കൊള്ളൂ. മംഗളം ഭവിക്കട്ടെ. സിദ്ധികൾ ജന്മസിദ്ധവും കർമ്മബദ്ധവുമാണ്. അത് തിരിച്ചറിയാനും കുട്ടികൾക്ക് അവരുടെ സിദ്ധികൾ വിനിയോഗിക്കാൻ അവസരമൊരുക്കിക്കൊടുക്കാനും മുതിർന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വ്യക്തികൾ ഗൃഹദീപങ്ങളല്ല, വിശ്വദീപങ്ങളായി മാറണം. മുതിർന്നവർ അതിന് വഴി കാണിക്കണം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ടീം എയും ബിയും റെഡി അല്ലേ? അപ്പൊ ആദ്യ ചോദ്യം ടീം എയോട്. ഓക്കെ, ചോദ്യം ഇതാണ്: ഓരോരോ ജലാശയെ കേവലം മഹാകാശം, നേരെ നീ കാണുന്നില്ലേ, കണ്ടാലും അതുപോലെ. ഇവിടെ മഹാകാശം എന്താണ്? എ പരമാത്മാവ്, ബി സ്വർഗം, സി നരകം, ഡി മനസ്സ്. ടൈം സ്റ്റാർട്ട് നൗ. പെട്ടെന്ന് പറയട്ടോ, ആകെ 30 സെക്കൻഡേ ഉള്ളൂ. എ പരമാത്മാവ് ലോക്ക് ചെയ്യാം. സോ നമുക്ക് ലോക്ക് ചെയ്യാം. എ പരമാത്മാവ്. നിങ്ങളുടെ മുഖത്ത് ചെറിയ ടെൻഷൻ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. കൺഫ്യൂഷൻ ഉണ്ടോ? കുറച്ച് അല്ലേ? ഓ, വെരി ഗുഡ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. ഈ ചോദ്യത്തിനെ കുറിച്ച് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ, രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ ഈ വരികൾ, അതിന് ശേഷമുള്ള വരികൾ നമ്മൾ കാണുമ്പോൾ ആണ് ഇതിൻ്റെ ഉത്തരം കിടക്കുന്നത്. ഇപ്പം ഓരോരോ ജലാശയെ കേവലം മഹാകാശം, നേരെ നീ കാൺമീലയോ, കണ്ടാലും അതുപോലെ. സാക്ഷാലുള്ള ഒരു പരബ്രഹ്മമാം പരമാത്മാ, സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതുപോലെ. തത്വമസ്യാദ്യ മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. ഇത്ര അറിഞ്ഞ ഉത്തരം അതിനകത്ത് ഉണ്ട്. അത് നിങ്ങൾ നേരത്തെ വായിച്ചിട്ടുള്ളതുകൊണ്ടും ആ ഓപ്ഷൻ കാണുമ്പോഴും നിങ്ങൾക്ക് അത് പിടികിട്ടും. നല്ല കാര്യം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: അഹല്യയ്ക്ക് ഗൗതമൻ വിധിച്ച മോക്ഷമാർഗം. പ്രളയജലത്തിൽ മുങ്ങുക, ബി ശ്രീരാമപാദ സ്പർശമേൽക്കുക, സി പുനർജനിക്കുക, ഡി ഭൂമിയിൽ മറയുക. ടൈം സ്റ്റാർട്ട് നൗ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ശ്രീരാമ പാദസ്പർശമേൽക്കുക. ഉറപ്പാണ്? ശരി, ഞാൻ ലോക്ക് ചെയ്യാണ്.
ഓപ്ഷൻ ബി ശ്രീരാമ പാദസ്പർശം ഏൽക്കുക. നമുക്ക് നോക്കാം. നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 2 പോയിന്റ് ആണ്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ശ്രീ സരസ്വതി വിദ്യാലയം റെഡിയല്ലേ? ഓക്കെ. സുകേതു എന്ന യക്ഷന് ബ്രഹ്മാവിന്റെ വരലബ്ധിയിലൂടെ പിറന്ന പുത്രിയാണ് ഡാഷ്. എ മേനക, ബി താടക, സി ചണ്ഡിക, ഡി മധുകരിക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലൈഫ് ലൈൻ ഉണ്ട്, മുത്തശ്ശിയോട് ചോദിക്കാം. ബി താടക. ബി താടക. ബി താടക ഞങ്ങൾ ലോക്ക് ചെയ്യണേ. സോ ലോക്ക് ചെയ്യുന്നു ബി താടക. സംശയമുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും ശരി ഉത്തരമാണോ എന്ന്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. പരമശിവൻ പറഞ്ഞു കേൾപ്പിക്കുന്നതായാണ് അധ്യാത്മ രാമായണം രചിക്കപ്പെട്ടിരിക്കുന്നത്. ശിവൻ ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്? എ വാൽമീകിക്ക്, ബി ലവകുശന്മാർക്ക്, സി പാർവതിക്ക്, ഡി സീതയ്ക്ക്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി പാർവതിക്ക്. ഓപ്ഷൻ സി പാർവതി. ലോക്ക് ചെയ്യാലോ അല്ലെ? വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് പറഞ്ഞത്. ലോക്ക് ചെയ്തു എന്തായാലും. സി പാർവതി. വാവ്, പാർവതി ശരിയായ ഉത്തരവാണ്. നിങ്ങൾക്ക് അത്രയും കോൺഫിഡന്റ് ആയ സ്ഥിതിക്ക് അതിലൊന്നും വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെ? ശ്രേഷ്ഠ ഭാരത ഞാൻ ഗാന്ധാരി. സിന്ധു മുതൽ കാബൂൾ വരെ വികസിച്ചു കിടക്കുന്ന ഗാന്ധാരദേശത്തിന്റെ അധിപനായ സുബലന്റെ ഏകപുത്രി, ഹസ്തനപുരിയുടെ രാജാവായ ധൃതരാഷ്ട്രരുടെ ധർമ്മപത്നി, വീരശൂര പരാക്രമികളായ 101 മക്കളുടെ അമ്മ. തുടങ്ങല്ലേ? ചോദിച്ചോളൂ. ഗാന്ധാരി കണ്ണു മൂടിക്കെട്ടിയതെന്തിന്? പതിക്ക് ഇല്ലാത്ത സൗഭാഗ്യം തനിക്കും വേണ്ട എന്ന് തീരുമാനിച്ചുറപ്പിച്ച ആളാണ് ഞാൻ. രാമായണത്തിൽ പറയുന്നുണ്ട്, പതിർഹി ദേവതാ നാര്യ പതിർ ബന്ധു പതിർ ഗുരു. പതി ഇതെല്ലാമാണ്. അതുകൊണ്ട് പതിക്കില്ലാത്ത സൗഭാഗ്യം തനിക്കും വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. ശരിയാണോ സർ? ശരിയാണ്. അടുത്ത ചോദ്യം. ഗാന്ധാരിയുടെ മൂത്ത പുത്രൻ ദുര്യോധനൻ ജനിച്ചയുടൻ കരഞ്ഞത് ഏതു ശബ്ദത്തിൽ? കഴുകന്റെ ശബ്ദത്തിൽ. ആണോ സർ? തെറ്റാണ്. ഉത്തരം തെറ്റാണ്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. 100 പുത്രന്മാരുണ്ടാകാൻ ഗാന്ധാരിക്ക് വരം നൽകിയതാര്? ആദ്യം ശിവഭക്തിയായിരുന്നു ഞാൻ. ശിവനെ തപസ് ചെയ്ത് ശിവൻ തന്ന വരമാണ് 100 പുത്രന്മാരുണ്ടാകണമെന്നത്. പിന്നീട് കുറെ ഹസ്തിനപുരിയിൽ വെച്ച് വ്യാസൻ വരികയും വ്യാസനെ യഥാവിധി പൂജിച്ചിരുത്തുകയും ചെയ്തു. അതുകൊണ്ട് സന്തുഷ്ടനായ വ്യാസൻ തന്ന വരമാണ് 100 പുത്രന്മാർ ജനിക്കട്ടെ എന്നത്. ശരിയാണോ സർ? ഉത്തരം ശരിയാണ്. ശരിയാണ്. നാലാമത്തെ ചോദ്യം. ഗാന്ധാരി മോക്ഷത്തിനായി തപസ്സു ചെയ്തതെവിടെ? ശതയുപാശ്രമത്തിന് സമീപം പർണശാല കെട്ടി ഗംഗാനദി തീരത്തിന് സമീപം. ശരിയാണ്. ശരിയാണ്. ഉത്തരം ശരിയാണ്. ശരിയാണ്. സംശയിച്ച് പറയാണ്, എന്നാലും ശരിയാണ്. ചോദിച്ചോളൂ. ഗാന്ധാരിയുടെ അന്ത്യം എങ്ങനെ? ശതയുപാശ്രമത്തിന് സമീപം പർണശാല കെട്ടിയാണ് താമസിച്ചതെന്ന് നേരത്തെ പറഞ്ഞു. പിന്നീട് യുധിഷ്ഠിരൻ കുന്തിയെ കാണാതെ വിഷമിക്കുകയും എല്ലാവരും ചേർന്ന് അവരെ സന്ദർശിക്കുകയും ചെയ്തു. പിന്നീട് അത് കഴിഞ്ഞ് 2 നാൾ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കുന്തി, ധൃതരാഷ്ട്രർ, ഗാന്ധാരി ഇവരെല്ലാം അടങ്ങുന്ന ആ സംഘം കാട്ടുതീയിൽപ്പെട്ട് വെന്തു മരിക്കുകയായിരുന്നു. ആണോ സർ? ശരിയാണ്. ഉത്തരം ശരിയാണ്. ആദ്യത്തെ 5 ചോദ്യങ്ങൾ നേരിടുന്നത് അമൃത വിദ്യാലയം കോഴിക്കോടാണ്. അതെ. Your time starts now. ആദ്യത്തെ ചോദ്യം, ത്യക്തോത്തിഷ്ഠ പരന്തപ. ഇവിടെ പരന്തപ എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ശത്രുക്കൾ. ശത്രുക്കൾ എന്നാണോ? ഉത്തരം തെറ്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യുദ്ധത്തിൽ
പാണ്ഡവന്മാർക്ക് എത്ര അക്ഷൗഹിണികളാണ് ഉണ്ടായിരുന്നത്? കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവന്മാർക്ക് എത്ര അക്ഷൗഹിണികളാണ് ഉണ്ടായിരുന്നത്? 85 സെക്കൻഡ്സ് ബാക്കി. 11. അല്ല. അടുത്ത ചോദ്യം. ഏവമുക്ത്വാ ഋഷികേശം ഗുഡാകേശ പരന്തപ. ഇവിടെ ആരാണ് ഗുഡാകേശൻ? അർജുനൻ. ശരിയാണ് ഉത്തരം. അടുത്ത ചോദ്യം. ആഗമാപായിനോ നിത്യ. ആഗമാപായികൾ, ഈ ശ്ലോകത്തിലെ ആഗമാപായികൾ ആരാണ്? എന്താണ് ആഗമാപായികൾ എന്ന് പറഞ്ഞാൽ? 50 സെക്കൻഡ്സ് ബാക്കി. ഉത്തരം പറഞ്ഞോളൂ. അറിയാമെന്നൊരു അറിയുന്ന ഉത്തരം പറയൂ. ഇതാ ഒരു ചോദ്യം കൂടി ഉണ്ട്. 40 സെക്കൻഡ്സ് ബാക്കിയുണ്ട്. അടുത്ത ചോദ്യം കേട്ട് ഉത്തരം പറയാനുള്ള സമയം കളയണ്ട. അടുത്ത ചോദ്യത്തിൽ പോകണം. പോവാം. ഓക്കെ. അടുത്ത ചോദ്യം. ന ജായത്തെ മ്രിയത്തെ വാ കദാചിത്. ജനിക്കുന്നുമില്ല, ഒരിക്കലും മരിക്കുന്നുമില്ല. എന്ത്? ആത്മാവ്. ഉത്തരം ശരിയാണ്. അടുത്ത ടീം ചിന്മയ വിദ്യാലയ നരുവാമൂട് തിരുവനന്തപുരം അല്ലേ? റെഡിയാണല്ലോ അല്ലേ? Your time starts now. ജീവൻ ജീർണദേഹത്തെ ഉപേക്ഷിച്ച് പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നു. ഏതുപോലെ? വസ്ത്രങ്ങൾ മാറ്റുന്നത് പോലെ. ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം. ദേഹി നിത്യമവധ്യോയം. ദേഹി നിത്യം അവധ്യ. എന്താണ് ഈ വരിയുടെ അർത്ഥം? 95 സെക്കൻഡ്സ് ഉണ്ട്. ദേഹി നിത്യം അവധ്യ എന്താണ് ആ വരിയുടെ അർത്ഥം? നെഗറ്റീവ് മാർക്കില്ല, പറഞ്ഞോളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. എന്താണ് ഈ ലോകസംഗ്രഹം? ലോകസംഗ്രഹം എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണ്? 69. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ പ്രയത്നിക്കേണ്ടത്. 62, 61, 60, 59, 56. ലോക ഏകത്വമാണ്. അല്ല. അടുത്ത ചോദ്യം. ജാതു തിഷ്ഠത്യ കർമ്മകൃത്. അകർമ്മകൃത് എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണ്? അകർമ്മകൃത്, ആ ശബ്ദത്തിന്റെ അർത്ഥം? 39, 38, 37, 36, 35, 34, 33, 32. അടുത്ത ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ചോദ്യം. ഏഷവോസ്തിഷ്ഠകാമധുക്. ഇവിടെ കാമധേനു എന്ന് ഏതിനെയാണ് പറയുന്നത്? പശുവാണ്. കാമധേനു എന്നുള്ളത് കൊണ്ട്, കാമധേനു പശുവാണ്. ആ കാമധേനു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഏതിനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇത് കാമധേനുവാണ്. 7 സെക്കൻഡ്. 6. ഏതാണ് കാമധേനു? പറഞ്ഞോളൂ. നെഗറ്റീവ് മാർക്കിലെ 2, 1. ഓം അമൃതേശ്വരി നമഃ. ഓം ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാതാംശ്ച ഭാഷസി ഗതാസൂന ഗതാസൂം ച നാനുശോചന്തി പണ്ഡിതാഃ. യുദ്ധകളത്തിൽ അർജുനൻ തൻ്റെ ബന്ധുമിത്രാദികളോടും ഗുരുക്കന്മാരോടുമുള്ള മമത കാരണം അർജുനൻ്റെ ഹൃദയം തേങ്ങി. അസഹ്യമായ ദുഃഖത്താൽ അർജുനൻ്റെ ധീരമാനസം തളർന്നുപോയി. അപ്പോൾ ഭഗവാൻ പറയുന്നു, ദുഃഖിക്കേണ്ടാത്തവരെക്കുറിച്ച് നീ ദുഃഖിക്കുകയും പണ്ഡിതനെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. പണ്ഡിതന്മാർ ഒരിക്കലും മരിച്ചു പോയവരെക്കുറിച്ചോർത്ത് ദുഃഖിക്കാറില്ല. നീ നിന്റെ ധർമ്മം മറന്നു പോയിരിക്കുന്നു. എല്ലാം ഈശ്വരനാണ് ചെയ്യുന്നതെന്നും ഞാനാണ് ഇതിന് എല്ലാ കാരണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം പ്രകൃതി നിയമമാണ്. എല്ലാവരും മരിച്ചു പോകുമ്പോഴും
ഞാൻ മാത്രം മരിക്കുകയില്ല എന്ന മട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആർക്കും ഏത് നിമിഷവും മരണം സംഭവിക്കാം. ഈ നിമിഷത്തിൽ സന്തോഷമായി ഈശ്വര സ്മരണയോടെ ജപം, ധ്യാനം, സേവനം അനുഷ്ഠിച്ച് നമ്മുടെ ജീവിതം ധന്യമാക്കുകയാണ് വേണ്ടത്. മരണം ജീവിതത്തിൻ്റെ അവസാനമല്ലെന്ന് അമ്മ പറയാറുണ്ട്. ഒരു കുത്തിടുന്നത് അടുത്ത വാചകം എഴുതാനാണ്. ജനിച്ചതിനെല്ലാം മരണമുണ്ട്, എന്നാൽ ആത്മാവിന് ജനനവും മരണവുമില്ല. ആത്മബോധമുണർന്നവന് മരണമില്ല. ഊർജമുണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയാത്തതുപോലെ ആത്മാവിനെ ആർക്കും നശിപ്പിക്കാനാവില്ല എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ വ്യക്തമാക്കുന്നു. ഒരു ബൾബ് ഫ്യൂസായാലും കറണ്ട് ഇല്ലാതാകുന്നുണ്ടോ? അതുപോലെ ശരീരം നിശ്ചലമായാലും ആത്മാവ് നശിക്കുന്നില്ല. പതഞ്ഞു പൊങ്ങിയ പാലിനെ കുറിച്ചോർത്ത് ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ? സമമായി കാണുക സുഖ ദുഃഖങ്ങൾ, സമയതിതേയ അതല്ല എന്നമ്മ പാടാറുണ്ടല്ലോ. വീണെടുത്ത് കിടക്കരുത് എന്നൊരു പ്രയോഗമുണ്ട്. വീണ് കഴിഞ്ഞു, ഇനി രക്ഷയില്ല എന്ന് ചിന്തിച്ച് ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ രക്ഷപ്പെടാനുള്ള വഴിയല്ലേ ചിന്തിക്കേണ്ടത്? അമ്മ പറയാറുണ്ട്, എല്ലാ തീരുമാനവും പോലെ സന്തോഷവും ഒരു തീരുമാനമാണ്. എന്ത് വന്നാലും ഞാൻ ദുഃഖിക്കുകയില്ല എന്ന് തീരുമാനമെടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്ന വിദ്യയാണ് ആത്മവിദ്യ. ഭൂതവും ഭാവിയും മാത്രം ഓർത്തിരുന്നാൽ നമുക്ക് ഈ നിമിഷത്തെ സന്തോഷം നഷ്ടപ്പെട്ടു എന്ന് വരാം. പൂർണ്ണ ശരണാഗതിയോടെ, ശ്രദ്ധയോടെ, ഭക്തിയോടെ, ഈശ്വരാർപ്പണമായി ധർമ്മം നിർവഹിക്കുന്നവർക്ക് ജീവിതം ആനന്ദകരമായ ഒരു അനുഭൂതി ആയിരിക്കും. ഓം അമൃതേശ്വരിയേ നമഃ.